ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹമേറിയ നല്ലൊരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവം തമ്പുരാൻ നമുക്ക് സ്തോത്രം ചെയ്യും. ഓരോ നിമിഷവും ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിതത്തിന്റെ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് ഒരുങ്ങുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ പല വാക്യങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റിരിക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിനകത്ത് ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? മുന്നോട്ടുള്ള എന്റെ ജീവിതം എന്തായി തീരും? മുന്നോട്ട് ഞാൻ എങ്ങനെ പോകും? എന്റെ കുഞ്ഞിന്റെ കാര്യം എന്തായി തീരും? എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി തീരും? ഇങ്ങനെ വേദനയിലൂടെയും ഭാരത്തിലൂടെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുന്ന വചനം ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 10 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം തമ്പുരാൻ നമുക്ക് വലിയൊരു ഉറപ്പ് നൽകുകയും ദൈവം തമ്പുരാൻ ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ബലപ്പെടുത്തുകയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ദൈവത്തിന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അത് മാനുഷികമായി മനുഷ്യൻ പറയുന്നത് പോലെ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരാപത്ത് വരുമ്പോൾ, അനർത്ഥം ഉണ്ടാകുമ്പോൾ നമ്മെ കളഞ്ഞിട്ട് പോകുന്ന, ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു വാക്കല്ല. ദൈവം തമ്പുരാന്റെ വാക്ക് അത്രയും വിശ്വാസ്യമായ ഒന്നാണ്. ജീവിതത്തിൽ ഭാരമുണ്ടാകുമ്പോൾ, പ്രതികൂലമുണ്ടാകുമ്പോൾ എന്റെ ജീവിതത്തെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഈ ദൈവവചനമാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് ഈ ദിവസത്തിൽ നീ കടന്നു പോകുന്ന ഏതൊരു ഭാരത്തിന്റെയും ഏതൊരു പ്രതികൂലത്തിന്റെയും അവസ്ഥയിൽ നിന്നെ ബലപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. തുടർന്ന് ഈ വാക്യം വായിക്കുമ്പോൾ അത് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. ദൈവം തമ്പുരാൻ മറ്റൊരു ഉറപ്പ് കൂടെ നമുക്ക് നൽകുന്നുണ്ട്: നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്റെ ദൈവം ആകുന്നു. അതെ, ദൈവം തമ്പുരാൻ എന്റെയാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഭാരപ്പെട്ടിരിക്കുന്നവരെ, വേദനയിലായിരിക്കുന്നവരെ, രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ മാത്രമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവവചനം നമ്മൾ ബലപ്പെടുത്തി: ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവം ആണ്. അതെ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി നന്ദി. ദൈവം തമ്പുരാൻ ഞങ്ങളെ ബലപ്പെടുത്തും, ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ മാനിക്കണമേ. അവരുടെ ഏതൊരു ആവശ്യത്തിന് മേലും അങ്ങനെ കൂടി ഭാരവും മഹത്വം നിൽക്കണം. യേശു ക്രിസ്തുവിൻ തന്നെ ഉള്ള നാമത്തിൽ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും നമ്മെ ധാരാളമായി വഴി നടത്തും. ഒരുമിച്ച് പ്രാർത്ഥിക്കും.